പരസ്യമായി ഒരാളെ അപമാനിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ദീപകിൻ്റെ വിഷയം മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വർഷം മുമ്പ് നവീൻ ബാബു എന്നൊരാൾ ഇവിടെ ആത്മഹത്യ ചെയ്തിരുന്നു. ഇന്നും പറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതുപോലെ പരസ്യമായി അപമാനിക്കപ്പെട്ട ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ആ കേസിൽ തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുന്ന ഒരു സമയത്ത് ഈ കേസ് നിലനിൽക്കുകയാണെങ്കിൽ അത് CPM വലിയ രീതിയിൽ ബാധിക്കും. കാരണം ബാധിച്ചു കഴിഞ്ഞു. അല്ല, ഇനി ഇലക്ഷനെയും തീർച്ചയായിട്ടും എന്ത് തന്നെ ആയാലും ഇതിപ്പോ ഈ കേസ് ഇവിടെ അവസാനിപ്പിച്ചാലും ഈ വിഷയം മാറിപ്പോകുന്നില്ല. കാരണം ഒരു മനുഷ്യൻ ഇത്രയും നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉന്നതമായ പദവി ഇരിക്കുന്ന ജില്ലാ കളക്ടർ കഴിഞ്ഞ അടുത്ത പദവി എന്ന് പറഞ്ഞാൽ ADM ആണ്. ഒരു ജില്ലയിൽ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ നിലവിൽ PP ദിവ്യ മാത്രമാണ് ഈ കേസിലെ പ്രതി, മുൻ ജില്ലാ പഞ്ചായത്ത്. അതെ, അവർ മാത്രമാണ് ഇതിനകത്തുള്ള പ്രതി. പക്ഷേ ഇവരുടെ കേസ് അവസാനിപ്പിക്കുമ്പോഴേ ഇവരുടെ വാട്സപ്പ് ചാറ്റുകളോ ഇവരുമായി ബന്ധപ്പെട്ട് അതിലൊന്നും കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഇവർ നടത്തിയിട്ടില്ല. ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാറ്റുകൾ എടുക്കുകയോ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്കൊരു പ്രശാന്തനോ ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും കൂടുതൽ അന്വേഷണം പോലും നടത്താതെയാണ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികം പോലീസ് എന്ത് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് വേറെ മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. പക്ഷേ അതിന് മുമ്പ് മറ്റൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അവർ ആ പദവിയിൽ നിന്നും മാറ്റി. അവർ മാറ്റി നിർത്തിയതൊക്കെ അവർ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് അവർക്കൊരു ഒന്ന് ഭദ്രമായി പുറത്താക്കിയല്ലോ എന്ന് പറയാനായിട്ടായിരുന്നു. പക്ഷെ പുറത്താക്കിയെന്ന് പറയുമ്പോഴും സ്വയം മാറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീമതി ടീച്ചർ അതെപ്പോഴും അങ്ങനെയാണ്. CPM എപ്പോഴും അങ്ങനെയാണ്. അല്ല, പിന്നെ പാർട്ടിയുടെ താത്വിക ഒരു വിശകലനം വരും. വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഒരുപക്ഷെ PP ദിവ്യ പാർട്ടി വിട്ട് പോവുകയാണെങ്കിൽ യഥാർത്ഥം തന്നെ സംഭവിച്ചവരെ വിളിച്ചു പറയുമായിരിക്കും. ഈ CPM ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെ ഉള്ളതൊക്കെ തന്നെ പിൽക്കാലത്ത് പാർട്ടി വിട്ടുപോയതിന് ശേഷം ആളുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥം എന്താണ് സംഭവിച്ചെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിലവിൽ CPM CPM വിട്ടുപോയവരൊക്കെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട്. അത് M സുകുമാരൻ്റെ ശേഷക്രിയ, അങ്ങനെ സിനിമയുണ്ട്. ആ സിനിമയാക്കിയിരുന്നു രവി ആലുംമൂട് എന്നുള്ള സംവിധായകൻ. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കാണിക്കാൻ CPM സമ്മതിച്ചില്ല. തിയേറ്ററിൽ നാളിലേക്ക് ഓടിച്ചു. അവർ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സിനിമ ആരും സമ്മതിച്ചില്ല. അതിൽ കുഞ്ഞയ്യപ്പൻ എന്നൊരു കഥാപാത്രമുണ്ട്. ആ കുഞ്ഞയ്യപ്പനാണ് ഈ പാർട്ടി, നമ്മുടെ നാട്ടിലെ പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രതിരൂപം. ആ പാർട്ടിക്കകത്ത് നടക്കുന്ന എല്ലാ വൃത്തികേടുകളും ജാതി വഴക്ക് വരെയുള്ള കാര്യങ്ങൾ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ ജീർണത, അതിൻ്റെ അപജയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു പുസ്തകമാണ് ഈ ശേഷക്രിയ. നമ്മളിപ്പോൾ ഇന്നലെ ദീപക് ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബ്ലോഗർ ചെയ്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുപോലെ പറയുകയാണെങ്കിൽ ഈ PP ദിവ്യ ഇതിനു മുമ്പും ഇതുപോലെ ഇവർക്കെതിരെ ഇതുപോലെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു തലശ്ശേരിയിലുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ മർദ്ദിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ദളിത് പെൺകുട്ടിയാണ്. ആ കുട്ടി ഒരു കൈക്കുഞ്ഞ് കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ സഹോദരിയുമായിട്ട് പാർട്ടി ഓഫീസിൽ സ്വന്തം അച്ഛനെ മർദ്ദിച്ച കാര്യമാണ്. അങ്ങനെ CPM പാർട്ടി ഓഫീസിൽ പോയി ചോദിക്കുകയും എന്തോ ചെയ്തു. പക്ഷേ അവിടെ ഇരുന്നവർ ഇവർക്കെതിരെ അപമാനിച്ചു നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ ഇവർക്കെതിരെ പരാതി കൊടുത്തു. അന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു PP ദിവ്യ, ഒരു രാഷ്ട്രീയ DYFIയുടെ ഒരു നേതാവും കൂടി, പ്രമുഖനായ ഒരു നേതാവും കൂടി ഇവരെ ഒരുപാട് അപമാനിച്ച് സംസാരിച്ചു. അതിൻ്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അങ്ങനെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് തന്നെയാണ്. ഇത് സാധാരണഗതിയിൽ ഇവരെല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. അവർ നിഷേധിക്കാൻ എല്ലാം കൂടെ വരും. ഗംഭീര നിഷേധം കേട്ടാൽ നമുക്ക് തോന്നുന്നത് ശരിയാണെന്ന് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഉന്നത പദവിയിലിരുന്ന ഒരു മനുഷ്യനെ പൊതുമധ്യത്തിൽ വെച്ച് ഒരു അദ്ദേഹത്തിന്റെ മാത്രമല്ല, അത് പിന്നെ ക്യാമറ ഷൂട്ട് ചെയ്ത് എല്ലായിടത്തും കാണിക്കുകയും ചെയ്തു. ഇതിന്റെ വേറൊരു പതിപ്പാണത്. ഈ പാവപ്പെട്ട ഇയാളെ നമ്മുടെ കോഴിക്കോട് ദീപക്കിനുണ്ടായതിന്റെ വേറൊരു രൂപം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു മനുഷ്യനെ പൊതുവേദിയിൽ ഇരുത്തി അപമാനിക്കുക, അയാളെ മോശക്കാരനാണെന്ന് പറയുക, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞ് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് പോലീസിന് ഈ കേസ് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത്? അവരുടെ താല്പര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എന്നുള്ള സൂചനയാണ്. ഇത് മറ്റു ഉദ്യോഗസ്ഥന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യും, ഞങ്ങളെ സകല വൃത്തികേട് കാണിക്കും, ഞങ്ങൾ അഴിമതിയൊക്കെ കാണിക്കും, ഇതൊക്കെ നിൻ്റെ അവസ്ഥ ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പണ്ടും ഈ ഇത്തരത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥർ പലരും പിന്നീട് അവരുടെ സർവീസ് സ്റ്റോറി എഴുതുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പോകാറുണ്ട്. നമ്മളൊക്കെ യോഗ്യന്മാരെന്ന് കരുതിയിരുന്ന നേതാക്കന്മാർ പോലും ഇവരെ വിളിച്ച അവിഹിതമായ ഓരോ കാര്യം കൊണ്ട് സ്വാധീനം ചെലുത്താൻ. എന്തിനേറെ നമ്മുടെ നാട്ടിൽ 2 പിന്നെ ഉന്നത ഉദ്യോഗസ്ഥർ, ഒന്ന് PS സന്തോഷ്, RDO ആയിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്നു, കാര്യവട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ സീനിയർ ബാച്ച് പഠിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത്. ഇപ്പോഴും അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന്, അത് എങ്ങനെ മരിച്ചു എന്നുള്ളത്. കുറേ അദ്ദേഹത്തിൻ്റെ അമ്മ പാവം അവർ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന് ഇതിനു വേണ്ടി ഒരുപാട് അവർ കഷ്ടപ്പെട്ട്. പക്ഷേ ആയിരുന്നില്ല. CT സുകുമാരൻ
അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു IAS കൺഫേർഡ് IAS അല്ല, പരീക്ഷ എഴുതി IAS കാരനായ ആളാണ്. MPEDയുടെ മത്സ്യോൽപ്പന്ന കയറ്റുമതി അതോറിറ്റി ചെയർമാനായിരുന്നു കൊച്ചിയിൽ. ചെന്നൈയിലെ ഒരു ഓഫീസിൻ്റെ ഗസ്റ്റ് ഹൗസിന് താഴെ വീണ് മരിച്ചു കിടക്കുകയായിരുന്നു. അതും കുറേ നാൾ ഇതുപോലെ വലിയ പ്രക്ഷോഭം അന്വേഷണമൊക്കെ നടന്നു, ഒന്നുമില്ല. അപ്പോൾ ഈ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ദുരന്തം നമ്മുടെ നാട്ടിലെ മറ്റ് സിവിൽ സർവീസിൽ ഇതുപോലുള്ള ഉന്നത പദവി ഇരിക്കുന്ന ആളെ സംബന്ധിച്ചാൽ അവരെല്ലാം ഇത് കാണുന്നുണ്ട്. ഒരുപക്ഷെ നവീൻ ബാബു പിന്നെ തൻ്റെ സർവീസിൽ ഒരിക്കലും ബ്ലാക്ക് മാർക്ക് വീഴാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഇതിന് കൂട്ടിയില്ല. ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ വേണം. ഈ പെട്രോൾ പമ്പ് കൊടുത്താൽ കിട്ടാൻ പോകുന്ന ഇവരുടെ നേട്ടം അല്ലെങ്കിൽ ഇവരുടെ ബിനാമി പരിപാടിയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് വല്ലാതെ സമ്മർദ്ദം ചെലുത്തും. അതിന് പല IAS ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഉന്നത പദവി ഇരുന്നവരൊക്കെ രാജിവെച്ചിട്ട് വേറെ സ്വകാര്യ മേഖലയിൽ ജോലിക്ക് പോകുന്നു. സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫറായി വരാനിരുന്ന ഒരു മനുഷ്യനാണ്. 2 പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബം. അവരൊക്കെ എത്ര പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. അവരുടെ വേദനയ്ക്കൊക്കെ എന്ത് വിലയാണ്? ഒരു വിലയില്ല. കാരണം ഇവരെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയക്കാരായ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മാനുഷിക പരിഗണന അവരുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാറില്ല. അതൊരു സത്യമാണത്. നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ട് നല്ല ആളുകൾ കടന്നു വരുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. നമ്മൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ ഇതേ മാനസികാവസ്ഥയുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം സാധിക്കണം, ഞാൻ പറഞ്ഞത് നടത്തിക്കണം, ഞാൻ പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിയാക്കും എന്ന രീതിയിലേക്ക് അങ്ങനെ വിരട്ടിയ കാര്യം സാധിക്കുന്ന പലപ്പോഴും നമ്മളെ ഈ സിവിൽ സർവീസിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദം കൂടുതൽ പലപ്പോഴും ഉണ്ടാകാറുള്ളത്. നമ്മൾ കണ്ടി പറഞ്ഞ നേതാക്കന്മാരും പോലീസ് സ്റ്റേഷൻ ചെന്ന് SIയും മറ്റേ DSP ബെല്ല് വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, ഇറങ്ങി ആളെന്ന് അവർക്ക് കിട്ടിയ യൂണിഫോമും അവർ പഠിച്ചു നേടിയതായിരിക്കും, അവരുടെ തൊഴിലെ നക്ഷത്രങ്ങളും ഒക്കെ. അതൊക്കെ ഇവരുടെ മുന്നിൽ അടിയറ വയ്ക്കേണ്ട ഒരവസ്ഥയാണ് പലപ്പോഴും. നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാരൻ തന്നെയാണ് മേൽക്കൈ എങ്കിൽ പോലും ഇവരൊക്കെ പറയുന്നത് ഈ അനുസരിച്ച ഇവർ വാക്കാൽ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് ഈ നവീൻ ബാബുവിൻ്റെ കാര്യം തന്നെ പറയാം, അവരാരും എഴുതി കൊടുത്തിട്ടൊന്നും ആയിരിക്കില്ല പറയുന്നത്. ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട സകല ഉടായ്പ നടത്താൻ വേണ്ടി അയാളെ ഫോണിൽ വിളിച്ച് പറഞ്ഞാണ് നിങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നേരിട്ട് കണ്ടവൻ പറഞ്ഞു കാണുമായിരിക്കാം. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതാണ് അവസ്ഥ. അത് അയാൾക്കും അറിയാം, നവീൻ ബാബുവിനും അറിയാതിരിക്കാം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഒരു മോശം ട്രാക്ക് റെക്കോർഡില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചു. അവിടെയും ഇതുപോലെയാണ് ചെയ്തത്. അവര് പോയി അവർക്ക് തന്നെ പ്രത്യേകം ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ വീഡിയോ എല്ലാം പുറത്തു വരികയും അത് പിന്നെ ഒന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പുറത്തോട്ട് പോവുകയാണല്ലോ. അപ്പോൾ പിറ്റേ ദിവസം സ്വന്തം നാട്ടിലേക്ക് വരാനിരിക്കുന്ന ഒരു മനുഷ്യൻ താൻ കൈക്കൂലിക്കാരനാണെന്നും അഴിമതിക്കാരനാണെന്നും പരസ്യമായി ഒരു ലേഡി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്ന് പറയുകയാണ്. അപ്പൊ ആ നിമിഷം ആ മനുഷ്യൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഒന്നും പറയുന്നില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ വിഷമം. ജില്ലാ കളക്ടറെങ്കിലും മിനിമം പറയുന്നത് മാഡം നിങ്ങൾ പറയരുത്, ജനപ്രതിനിധി അവരൊരു കൂടി ആളൊക്കെ തന്നെയാണ്, നിങ്ങളിങ്ങനെ പറയരുത്, ശരിയല്ല എന്നിങ്ങനെ ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ അവർക്ക് ഇവരുടെ ക്യാമറ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ഇത് പുറത്ത് കൊണ്ടുവരാതെ നോക്കാമായിരുന്നു. പക്ഷേ ഇവർ പർപ്പസ്ഫുള്ളി ക്യാമറയുമായിട്ട് അത് പുറത്ത് വിടുകയും ചെയ്തു, അയാളെ പ്രാദേശിക ചാനൽ കടത്തി വിടുകയും ചെയ്തു. ഞാനൊരു വലിയ ആളാണെന്ന് കാണിച്ചു. പക്ഷേ അതാണ് പിന്നീട് അവർക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ മെൻസ് റൈറ്റ്സ് അസോസിയേഷൻകാർ ഇപ്പൊ എന്തായാലും ആക്റ്റീവായി നിൽക്കുന്നു. അപ്പൊ അവരുടെ മുന്നിൽ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ ഫോക്കസ് വിട്ട് അവരുടെ മുന്നിലോട്ട് വെക്കാം. അവർ ഈ ദീപക്കിന് വേണ്ടി വാദിക്കുമ്പോൾ ദീപക് ദരിദ്ര പരാതിയാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നവീൻ ബാബുവിനെ പോലെ ഒരാൾ 1 വർഷമായി. അപ്പോൾ ആ കേസ് ഇപ്പം പിന്നെ എന്താണ് അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നതിന് നമ്മുടെ മുന്നിൽ ഉത്തരമില്ല. അവർ പറയുന്നത് അവർ പറഞ്ഞിരുന്നത് കൈക്കൂലി വാങ്ങിയെന്നും അഴിമതിക്കാരനാണെന്നുമുള്ള ആരോപണങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അങ്ങനത്തെ ഒരാളല്ല. മാത്രമല്ല സർവോപരി അദ്ദേഹം ഒരു പാർട്ടി കുടുംബത്തിലെ അംഗമാണ്, പാർട്ടിക്കാരൻ, അദ്ദേഹം ഒരു CPM അനുഭാവിയാണ്, അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെ പോലും. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജോലിയിലും അദ്ദേഹം ഒരു അഴിമതിയും കാണിച്ചിട്ടില്ല. ഇന്നേ വരെ അദ്ദേഹത്തിനെതിരെ മറ്റൊരു പരാതിയില്ല, ഒന്നുമില്ല. അങ്ങനെ അഴിമതി കേസ് ഒന്നും വന്നിട്ടില്ല. വളരെ നല്ലവനായ ഒരു മനുഷ്യൻ. അപ്പോൾ ഈ പലപ്പോഴും ഈ നല്ലവരായ ആളുകൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളൊന്നാണ് ഈ നമ്മൾ കഴിഞ്ഞ ദീപക്കിനും അല്ലെങ്കിൽ ഇദ്ദേഹം നവീൻ ബാബുവിനും ഒക്കെ ഉണ്ടായത് അത് തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ നല്ലത് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ ഭീകരശക്തികൾ നമ്മുടെ പുറകെ നിന്ന് വരും. അതൊരു സത്യമാണ്. പക്ഷേ അവർക്ക് രാഷ്ട്രീയ പിൻബലം ഉണ്ടെങ്കിൽ എത്രയോ പേര് SI സോമൻ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ തീരെ ജനിക്കുന്നതിന് മുമ്പ് അറിയാം. 80കളിൽ 70കളിൽ അവസാനം 80കളിൽ ആദ്യമാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. പാനൂരിൽ കണ്ണൂരിൽ SI ആയിരുന്നു അദ്ദേഹം. പിന്നെ കസേരയിൽ വെടിയേറ്റ് മരിച്ചതാണ് കണ്ടെത്തിയത്. അപ്പോൾ പോലീസുകാരൻ ആ സ്റ്റേഷനിലെ പോലീസുകാർ വെടിവെച്ച് വന്നതിന് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അവർ കോടതി വെറുതെ വിട്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഈ SI സോമൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു SI ആയിരിക്കണം, ഡയറക്ടർ സെലക്ഷൻ കിട്ടി SI ആയിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളിരിക്കുന്ന അയാൾ സ്വന്തം പോലീസ് സ്റ്റേഷനിൽ വെടിയേറ്റ് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിചിത്രമായ കാര്യമാണ് എന്തെങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. അപ്പോൾ ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ണൂർ ജില്ലയിലാണ് സംഭവിക്കുക. ഞാൻ കണ്ണൂരിലെ കുറ്റം പറയല്ല. അവിടെ രാഷ്ട്രീയം ഇവിടുത്തെ പോലെയല്ല, കുറച്ചുകൂടി രൂക്ഷമായ മൃഗീയ രാഷ്ട്രീയമാണ്. അവരെ പറഞ്ഞ് ഞങ്ങളുടെ നിഷ്കളങ്കതയുടെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോഴും കണ്ണൂരുകാർ എത്രയോ നല്ല മനുഷ്യരാണ്, അവിടെ നമുക്ക് അത്ര അടുത്ത സുഹൃത്തുക്കളുണ്ട്. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയം ഞങ്ങൾ നിഷ്കളങ്കതയുടെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിൽ പോലും അത് കുറച്ച് ക്രൂരമായ രീതിയിലാണ് ഇത്തരം ചെയ്യുന്നത്. ഈ ആളുകളെ വല്ലാതെ അവരുടെ
ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുക കാര്യങ്ങൾ. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ പലരും അങ്ങോട്ട് ജോലിക്ക് പോകാൻ മടിക്കും. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ അഴിമതി കേസിൽ ഇവർ പെട്ടു, നാളെ സർക്കാർ മാറി വന്നിട്ട് അഴിമതി കേസ് ഇവരെ പേരിൽ വിജിലൻസ് കേസ് വന്നാൽ ഇവർ ഈ പറഞ്ഞ നേതാക്കന്മാരെങ്കിലും കൂടെ വരും? ആരും വരില്ല. ഈ കണ്ണൂരുള്ള മനുഷ്യര് അവര് നല്ല, ഞാനും പോയിട്ടുണ്ട് കണ്ണൂർ. നല്ല മനുഷ്യരാണ് കണ്ണൂർ, വളരെ നിഷ്കളങ്കര. പക്ഷേ ഇത്തരം രാഷ്ട്രീയം ഒരുതരം മൃഗീയ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന അന്ധമായ കുറേ രാഷ്ട്രീയം ആളുകളുണ്ട് അവിടെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നേതാക്കളും ഉണ്ട്. അല്ല അതാണ് ശരിയെന്ന് പലരും തെറ്റിദ്ധരിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ എന്ത് തന്നെയായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സമയത്ത് ഒരു ക്ലീൻ ചീറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായി ഒരു ആരോപണം വരാതിരിക്കാൻ വേണ്ടി CPM ഇത് എടുക്കുകയാണ്, ഇങ്ങനെ ഒരു സമീപനം എടുക്കുകയാണ്. പക്ഷെ അങ്ങനെ എടുത്തിട്ട് യാതൊരു കാര്യവുമില്ല, അത് കുറച്ചുകൂടെ വഷളാവുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും നിൽക്കണമെന്നും അല്ലേ? തീർച്ചയായിട്ടും ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദീപകിന്റെ കുടുംബത്തിന് സംഭവിച്ച അതേ അവസ്ഥയിലാണ് പിന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സംഭവിച്ചത്. അന്നേരം മെൻസ് റൈറ്റ്സ് അസോസിയേഷന് വേണ്ടി പോരാടുന്നവർ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയും തീർച്ചയായും നവീൻ ബാബുവിന് കൂടി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൂടി നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അവരും പങ്കാളികളാണ്.